അരങ്ങത്ത് ആദ്യമായി നടക്കുന്ന കഥകളിയിലെ ആദ്യ ചടങ്ങ് ഏതാണ്? ധനാശി, തോടയം, അരങ്ങുകേളി. ആൻസർ അരങ്ങുകേളി. കഥകളിയിൽ ഏറ്റവും വേഗത്തിൽ ചെയ്യാവുന്ന വേഷമാണ് മിനുക്ക്, താടി, കരി. ആൻസർ മിനുക്ക്. കഥകളിയുടെ തുടക്കത്തിൽ തിരശീലയ്ക്ക് പിന്നിലുള്ള സ്തുതിഗീതം. വന്ദന ശ്ലോകം, തോടയം, പുറപ്പാട്. ആൻസർ തോടയം. കഥകളി അരങ്ങിലെ പ്രധാന ഗായകൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? വൈത്തിപ്പട്ടർ, പാട്ടുഭാഗവതർ, പൊന്നാനി. ഉത്തരം പൊന്നാനി. കഥകളിയിലെ ഹസ്തമുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം, മുദ്രകേളി, ഹസ്തലക്ഷണ ദീപിക. ആൻസർ ഹസ്തലക്ഷണ ദീപിക. കാട്ടാളൻ, ശൂർപ്പണഖ പോലുള്ള താമസ്വഭാവികളായ വനചാരികൾക്ക് ഏത് വേഷമാണ്? താടി, കത്തി, കരി. ആൻസർ കരി. അരങ്ങുകേളിയിൽ അഥവാ ഗണപതിക്കൊട്ടിൽ ഉപയോഗിക്കാത്ത വാദ്യോപകരണം. ഇലത്താളം, ചെണ്ട, മദ്ദളം. ആൻസർ ചെണ്ട. കഥകളി അരങ്ങിൽ ശുഭസൂചകമായി ആദ്യം പ്രവേശിക്കുന്ന വാദ്യോപകരണം. മദ്ദളം, ചെണ്ട, ചെങ്ങില. ആൻസർ മദ്ദളം. വെട്ടത്തുനാടൻ, കപ്ലിങ്ങോടൻ, കല്ലടിക്കോടൻ എന്നിവ താഴെപ്പറയുന്ന ഏത് കലയുമായി ബന്ധപ്പെട്ട പരിഷ്കരണ സമ്പ്രദായങ്ങളാണ്? ചാക്യാർകൂത്ത്, കഥകളി, കൂടിയാട്ടം. ആൻസർ കഥകളി. ദി ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കേരള കലാരൂപം. ചാക്യാർകൂത്ത്, കഥകളി, ഓട്ടംതുള്ളൽ. ഉത്തരം കഥകളി. കലാമണ്ഡലം ഹൈദരാലി താഴെപ്പറയുന്നവയിൽ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി, കഥകളി സംഗീതം, മദ്ദളം. ആൻസർ കഥകളി സംഗീതം. കഥകളി അവസാനിപ്പിച്ചുകൊണ്ടുള്ള ചടങ്ങാണ് തോടയം, ധനാശി, പുറപ്പാട്. ഉത്തരം ധനാശി.